അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യുഎയിൽ പണിയെടുക്കുന്നവരാണോ? ഇന്ന് എന്റെ അനുഭവത്തിൽ വന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ചെങ്ങന്മാരെ. നമ്മൾ ഡ്രൈവർമാരാണെങ്കിൽ ചെങ്ങന്മാരെ പെട്ടെന്ന് ഒരാൾക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി വണ്ടി എടുത്തു കൊണ്ടുപോകാൻ നിൽക്കരുത് ഒരിക്കലും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ 2 മാസം മുമ്പ് നമ്മൾ റൂമിലുള്ള ഒരു വ്യക്തിക്ക് സ്റ്റോക്ക് വന്നു. അതായത് പെട്ടെന്ന് തളർച്ച വന്നു, ഒരു സൈഡ് തളർച്ച വന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ നമ്മൾ എന്തായിട്ട് വണ്ടി എടുത്ത് പോകാൻ നിൽക്കുന്നത്. അപ്പൊ നല്ല ബുദ്ധിക്ക് അപ്പം നല്ലൊരു ഇത് തോന്നിയുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ എന്തായിട്ട് ആംബുലൻസിന് വിളിച്ചു പറഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സീരിയസ് ആണ്, പെട്ടെന്ന് വരും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എത്തും, അതേപോലെ പോലീസ് എത്തും. അവർ വന്നിട്ട് നേരെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകുമ്പോൾ എന്താ അവരുടെ കൂടെ വേറൊരു ആംബുലൻസ് വരും. അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഡോക്ടറും ഉണ്ടാവും, അവർ ശരിയാവും. വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കുറച്ച് കൂടുതലായിരുന്നു, കുറച്ച് സിറ്റുവേഷൻ കൂടുതലായതുകൊണ്ട് എന്താ ഞാൻ ആംബുലൻസിന് വിളിച്ചുകൊണ്ട് അവർ വന്ന് സെറ്റാക്കി, അവർ വന്ന് ഡോക്ടറും വന്ന് സെറ്റാക്കി. അപ്പം തന്നെ അവർ കൊണ്ടുപോയി 10 മിനിറ്റ് കൊണ്ട് പരിപാടിയൊക്കെ റെഡിയായി. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയായി. കുറച്ച് കൊണ്ട് സീരിയസ് ആയി തുടങ്ങി അവർക്ക്. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ആ സമയത്ത് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആ സ്റ്റോക്ക് കൂടി ആൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ കഴിയുന്നവർ ഡ്രൈവർമാരായിക്കോട്ടെ ആരായിക്കോട്ടെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആംബുലൻസിന് വിളിക്കുക, സഹായിക്കുക. അതല്ലാതെ നിങ്ങൾ പോയി നാട്ടിലത്തെ എടുത്തുകൊണ്ടുപോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ വലിയ ഡ്രൈവർമാരാക്കി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പാൾട്ടാണ്. നമ്മളെ വണ്ടിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യുഎയിൽ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളാണ് തെറ്റുകാരൻ. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്, അതേപോലെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിഗ്നലിൽ നിൽക്കേണ്ടി വരും. അവർ പോയി കഴിഞ്ഞാൽ സിഗ്നൽ നിൽക്കേണ്ടത് വരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മളെ ജീവിതം മാറിയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതാണ് ഇതിപ്പോൾ ചെയ്തത് ശരിയാണ്, ഇനി വേറെ ആരോടൊക്കെ പറയാൻ ശ്രമിക്കുക, ഇതേപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ ശ്രമിക്കാമെന്ന് അവർ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ യുഎയിലാണ്, ചെറിയ മിസ്റ്റേക്ക് മതി ചില കാര്യങ്ങൾ സംഭവിക്കാനൊക്കെ. അപ്പോൾ അടുത്ത വിളിക്കാത്തുക. ഓക്കെ, ബൈ.